മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പ്രായമായ മാതാപിതാക്കളെ നല്ലതുപോലെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ വിരളമാണ്. എന്നാൽ അവരെ ദൈവത്തെ പോലെ കരുതി സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന മക്കളുള്ള നല്ല കുടുംബങ്ങളുമുണ്ട്. അതുപോലെ ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. കോതമംഗലം രൂപതയിലെ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽപ്പെട്ട കുര്യനാൽ കളപ്പുരയിൽ ആലമ്മ എന്ന 97 വയസ്സുള്ള ഒരമ്മയുടെ കുടുംബമാണ്. 26 വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളി അഗസ്റ്റിൻ മരിച്ചുവെങ്കിലും മക്കൾ 6 പേരെ ദൈവം നൽകിയ മക്കളെയും വിശ്വാസത്തിൽ വളർത്തിയ ഒരു നല്ല അമ്മ. ആ അമ്മ വളർത്തിയ മക്കളുടെ സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യമല്ല, അവരുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ സൗന്ദര്യം അത് വിളിച്ചോതുന്നതാണ് ബെൻ ബാൻഡ്. പേരക്കുട്ടികൾ 5 ആൺമക്കൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ആ ഒരു ബാൻഡ് കുടുംബത്തിൻ്റെ മൊത്തം നന്മ വിളിച്ചോതുന്നതാണ്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കുര്യനാൽ കളപ്പുരയിൽ ആലമ്മയുടെ ഭവനം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഇവരുടെ ഭവനം. സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പുറപ്പുഴയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ആലമ്മ എന്നറിയപ്പെടുന്ന ആലീസ് അഗസ്റ്റിൻ, ഈ ഭവനത്തിന്റെ വിളക്കായ അമ്മ. അടിയുറച്ച വിശ്വാസ ജീവിതത്തിലൂടെ ജീവിതത്തിലെ സഹനങ്ങളെയും ത്യാഗങ്ങളെയും സ്വീകരിച്ച് വാർദ്ധക്യത്തിൽ നിറഞ്ഞ ആനന്ദം അനുഭവിക്കുകയാണ് ഈ അമ്മ. എൻ്റെ പേര് ലില്ലി രാജൻ എന്നാണ്. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്. ഞങ്ങൾക്ക് ഒരു മകളാണുള്ളത്. മകൾക്ക് 2 പിള്ളേരുണ്ട്. അതിൽ മോനാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. മോള് അമ്മയുടെ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി അസുഖമായതുകൊണ്ട് വീട്ടിൽ ഒരു കിടപ്പ് രോഗിയാന്ന് പറയാം, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചി ചാച്ചനെ കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, അമ്മച്ചി എപ്പോഴും ഒരു നല്ല ചിരിക്കുന്ന മുഖം ഉള്ളവളാണ്. ഇത്രയും 97 വയസ്സുണ്ടെങ്കിലും ഒരു ജനറേഷൻ ഗ്യാപ്പൊന്നും ഇല്ലാതെ എല്ലാവരോടും വളരെ സന്തോഷത്തോടെയും നർമ്മരസത്തോടെയൊക്കെ കൂടി ഇടപെടുന്ന ഒരു അമ്മച്ചിയാണ്. അതുപോലെ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ മിക്കവാറും എല്ലാ ബന്ധങ്ങളും പഠിച്ചിരിക്കുന്നത്. എല്ലാ ബന്ധങ്ങളും അണു വീണ് തെറ്റാതെ അമ്മച്ചിക്ക് അറിയാം. ഇന്നയാൾ ഇന്നതാണ്, കറക്റ്റായിട്ട് ബന്ധം പറയും. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഒരു ബന്ധവും അറിയാൻ മേലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെ അമ്മച്ചി
ഇച്ചിരി സംസാരപ്രിയൊക്കെ ആണെങ്കിലും നല്ല ഒരു എല്ലാവരോടും ഇടപെട്ട് ആര് വന്നാലും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെയാണ് ഞങ്ങൾ കണ്ടു വളർന്നേക്കുന്നത്. പിന്നെ വേറെ ഇച്ചാച്ചനാണേലും വളരെ സൗമ്യതയുള്ള ഒരു ആളായിരുന്നു. അമ്മച്ചിക്ക് ഇച്ചിരി മുൻകോപവും കാര്യവും ഒക്കെ ഉണ്ടെങ്കിലും ഇച്ചാച്ചൻ ഞങ്ങളെ എപ്പോഴും പറഞ്ഞു തരാറുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ക്ഷമിക്കുകയും സഹിക്കുകയും ത്യാഗങ്ങളൊക്കെ സഹിക്കുകയും ചെയ്യണം. ഇച്ചാച്ചനത് പ്രവൃത്തിയിൽ കാണിച്ചിരിക്കുന്ന ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മക്കളുടെ സ്നേഹലാളനങ്ങളേറ്റ് പരാതികളില്ലാതെ തലമുറകൾക്ക് മാതൃകയാവുകയാണ് ആലമ്മ എന്ന ഈ അമ്മ. ഞാൻ സണ്ണി, അമ്മച്ചിയുടെ രണ്ടാമത്തെ മകനാണ്. എൻ്റെ അരികിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യ ശാന്തമ്മ. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്തവർ 2 പേരും ഇവിടെ ഇല്ല. മൂത്ത മോൾ സ്വീഡനിലാണ്, രണ്ടാമത്തെ മോൻ ബാംഗ്ലൂരിലാണ്. അവർ 2 പേരും വന്നിട്ടില്ല. പിന്നെ ഇളയ മോളാണ് സോൺസിയുടെ ഹസ്ബൻഡ് രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു എക്സിക്യൂട്ടീവ് മാനേജറാണ്. അവൾക്ക് 3 മക്കൾ. മക്കളുടെ പേര് ഇപ്രകാരമാണ്: ആഞ്ചലീന മൂത്തവൾ, കാരൽ രണ്ടാമത്തവൾ, മൂന്നാമത്തവൾ ജോവാൻ. പിന്നെ എൻ്റെ മൂത്ത മകൾക്ക് 2 മക്കളാണ്, 2 ആൺമക്കൾ. അവർ 2 പേരും വിദേശത്താണ്, സ്വീഡനിലാണ് അവർ താമസിക്കുന്നത്. എൻ്റെ മോനൊരു മോള്, അവർ ബാംഗ്ലൂരിലുണ്ട്, പക്ഷേ ഇന്ന് ഇവിടെ വന്നു ചേരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോഴും എൻ്റെ ബാല്യകാലങ്ങളെപ്പറ്റി എനിക്കൊരു സ്മരണയുണ്ട്. ഞാൻ അമ്മച്ചിയുടെ വളരെ അടുപ്പത്തിലുള്ള ഒരു മോനായിരുന്നു. കാരണം എൻ്റെ ചേട്ടൻ ഉണ്ടായിക്കഴിഞ്ഞാണ് ഞാനുണ്ടായത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അമ്മച്ചിയായിട്ട് അടുക്കാനും അതുപോലെ അമ്മച്ചിയെ എനിക്ക് എപ്പോഴും വേണമായിരുന്നു എൻ്റെ അരികിൽ. എൻ്റെ വല്യമ്മ പറയുമായിരുന്നു, ഞാൻ അമ്മച്ചിയുടെ ഞുറിയെ പിടിച്ചുകൊണ്ട് നടന്നോളാം, എപ്പോഴും നീ അമ്മയുടെ ഞുറിയിൽ പിടിച്ചുകൊണ്ട്. അതുപോലെ അത്രയും ഞങ്ങൾ വളരെ അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പുറത്തോട്ട് പോയി. പിന്നെ ഞങ്ങളുടെ ഇളയ സഹോദരൻ പ്രിൻസായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അമ്മച്ചിയുടെ അരുമ സന്താനമായിട്ട് അവനങ്ങനെ കഴിഞ്ഞു വന്നു. ഞങ്ങളുടെ അപ്പച്ചന് 1998 നിര്യാതനായി. അപ്പച്ചൻ്റെ പേര് അഗസ്റ്റിൻ എന്നായിരുന്നു. അഗസ്റ്റിൻ ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് എൻ്റെ അപ്പന് ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ആക്റ്റീവായിട്ട് പൊതുജീവിതത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 52 കൊല്ലമായി. ഞാനും അമ്മച്ചിയൊക്കെ ഒരു നാട്ടുകാരാണ്, കുട്ടനാട്ടുകാരാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ അമ്മച്ചി എപ്പോഴും നല്ലൊരു പ്രാർത്ഥന ജീവിതം നയിക്കുന്ന അമ്മച്ചിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു തരികയും പിള്ളേർക്ക് ഒത്തിരി നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും നല്ലൊരു സ്നേഹമുള്ള അമ്മച്ചിയായിരുന്നു. എൻ്റെ പേര് സൂസി. എൻ്റെ മാതാപിതാക്കളുടെ 3ാമത്തെ മകളാണ് ഞാൻ. ഇത് എൻ്റെ ഭർത്താവ് ജോസ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഒരു മോനും ഒരു മോളും. മോൻ മൂത്തത് അവൻ UK ഫാമിലി സഹിതം അവിടെ താമസിക്കുന്നു, ജോലിയാണ്. ഇത് മോള് ഇവിടെ US ഇവളെ ഹസ്ബൻഡും കുട്ടികളും ഇവരൊന്നിച്ച് അവിടെ US ഇപ്പോൾ ഇവൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മകൾ പറയാനാണെങ്കിൽ, അമ്മച്ചി വളരെ ഭക്തിപൂർവ്വം ഞങ്ങളെ പ്രാർത്ഥനയിലും എല്ലാം പരിശീലിപ്പിക്കുമായിരുന്നു. അതുപോലെ എന്നും പള്ളിയിലൊക്കെ കൊണ്ടുപോകും. പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒത്തിരി ഓർമ്മയുള്ളത്, അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് കാപ്പിയും പാലും തന്ന് ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ എപ്പോഴും ഭയങ്കര നിർബന്ധം ആയിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്, പ്രാർത്ഥനയും ഭക്തി കാര്യങ്ങളൊക്കെ. അമ്മച്ചി ഒത്തിരി ഭക്തയായിരുന്നു. ഇങ്ങനെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഓർമ്മകളൊക്കെ ഇവർ പറഞ്ഞു. പക്ഷേ എനിക്കൊരു കാര്യം വളരെ
പ്രധാനമായിട്ട് പറയാനുള്ള അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ അസുഖമായിട്ട് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. അമ്മച്ചി ഒരുപാട് വളരെ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ജസ്റ്റ് പിക്കപ്പ് ചെയ്തു, റെസ്റ്റ്ലെസ് ആയിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന അമ്മച്ചിയോടൊന്ന് ചോദിച്ചു പോയി, അമ്മച്ചി എന്നെ അറിയുമോ? അമ്മച്ചി നേരെ നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു. എനിക്കിപ്പോഴും മനസ്സിലായി. അമ്മച്ചി പറയും, നീ തോട്ടത്തിൽ നിന്നാണോ രാവിലെ വരുന്നത്? എൻ്റെ വീട്ടുപേര് തോട്ടത്തിലാണ്. അമ്മച്ചിയോട് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചത് ഞാൻ തന്നെ കാണിച്ചു. എന്നോട് പറഞ്ഞു, നീ തോട്ടത്തിൽ തന്നെയാണോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? രാവിലെ തോട്ടത്തിൽ പോയിട്ടാണോ വരുന്നത്? അങ്ങനെ ഒത്തിരി 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 നല്ല അമ്മച്ചിയാണ്. ഒത്തിരി ഇപ്പം മക്കൾക്ക് പറഞ്ഞു കൊടുത്തൊരു അമ്മച്ചിയാണ്. ഞാൻ കളപ്പുരയിൽ അഗസ്റ്റിൻ്റെയും ആലീസിൻ്റെയും 6 മക്കളിൽ 4ാമത്തെ മോളാണ്. പിന്നെ എന്നെ കല്യാണം കഴിച്ച്, എൻ്റെ പേര് റാണി. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് മണിമല പടിയറ കുടുംബത്തിലാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജെയിംസ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. അലക്സ് മൂത്തയാൾ, 2ാമത്തെ ആൾ അലീന. അവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു രണ്ടുപേരും. അമ്മച്ചിയെ പറ്റിയുള്ള ചെറുപ്പത്തിലെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. അമ്മച്ചിയുടെ ഏറ്റവും നല്ലൊരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരിക്കുന്നത് ജാതി മതഭേദമന്യേ അമ്മച്ചി എല്ലാവരെയും, അതായത് പാവങ്ങളെ സഹായിക്കുവാൻ ഒത്തിരി ഒത്തിരി ശുഷ്കാന്തി കാണിച്ചിരുന്ന അമ്മച്ചിയാണ്. ഒരു മനുഷ്യരെ പോലും വീട്ടിൽ സഹായത്തിന് വന്നാൽ അമ്മച്ചി വെറും കൈയോടെ വിടത്തില്ല. അത് ഞങ്ങളെ കൊണ്ട് തന്നെ അമ്മച്ചി കൊടുപ്പിക്കുമായിരുന്നു. നിങ്ങൾ കൊണ്ട് കൊടുക്കുമെന്ന് പറയുമായിരുന്നു. ഒത്തിരി നല്ല പള്ളിയായിട്ടും പള്ളി സ്കൂളും ഒക്കെ ആയിട്ടും അമ്മച്ചി വളരെ നല്ല അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന അമ്മച്ചിയാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാനെല്ലാം വളരെ താല്പര്യത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് എല്ലാം ചായയൊക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ കൂടെ അമ്മച്ചി ഞങ്ങളെയായിട്ട് പോകുമായിരുന്നു. എല്ലാ പള്ളിയിലെ എല്ലാ സൊഡാലിറ്റി കാറ്റഗീസും എല്ലാം വളരെ കൃത്യമായിട്ട് അമ്മച്ചി ഞങ്ങളെ നിർബന്ധമായിട്ട് തന്നെ ഞങ്ങളെ അതിനെല്ലാം പോയിരിക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മുടക്കുകയിലായിരുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം വരുമ്പോഴെല്ലാം ദുഃഖവെള്ളിയാഴ്ചകളൊക്കെ ഞങ്ങളെയൊന്നും മിണ്ടാൻ പോലും അമ്മച്ചി സമ്മതിക്കത്തില്ലായിരുന്നു. എന്നെ എൻ്റെ ചേച്ചിയൊക്കെ വഴക്ക് പറയുമായിരുന്നു. അവിടെ ഇരുന്ന് നിങ്ങൾ ബാഗിലും പക്കക്കാട് വായിച്ചിട്ടിരിക്കണം, വർത്താനം പറയരുത്, അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിരുന്നു. ഇനി ഒരു കാര്യം അമ്മച്ചിയെ പറ്റി എനിക്ക് ഓർമ്മ വരുന്നത് എന്നാന്ന് വെച്ചാൽ, പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ പെട്ടെന്ന് പറയാം. ഞാനൊരിക്കൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വഴിയിൽ കിടന്ന ഒരു 2 രൂപയുടെ നോട്ട് മടങ്ങിക്കിടക്കുന്നത് കിട്ടി. കൊച്ചായിരുന്നു ഞാൻ തീരെ. അപ്പം ഞാനത് കയ്യിലെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു മുട്ടായി വാങ്ങിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അമ്മച്ചിയോട് പറഞ്ഞു ഞാൻ, അമ്മ എനിക്ക് 2 രൂപ വഴി കിടന്ന് കിട്ടി, നമുക്ക് മുട്ടായി വാങ്ങിക്കാം. അപ്പോഴേ അമ്മച്ചി എന്നോട് പറഞ്ഞു, ആ പൈസ അത് നമ്മുടെ അല്ല, ആരുടെയാണെന്ന് നമുക്കറിയത്തില്ല, കൊണ്ടു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പള്ളിയിൽ പോയി പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ ആ പൈസ ഇട്ടിരിക്കണം, നീ അത് ഉപയോഗിക്കാൻ പാടില്ല. അന്ന് എനിക്ക് കിട്ടിയ ആ പ്രചോദനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് എനിക്കങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ ഓർക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ വേറൊരാളുടെ ഒരു സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അത് എനിക്ക് ഓർമ്മ വരും. അത്ര ഇൻഫ്ലുവൻഷ്യലായിരുന്നു ആ ഒരു കാര്യത്തിൽ. അമ്മച്ചിയെ പറ്റി പറയുമ്പം അമ്മച്ചി ഒരു ലവിങ് ആൻഡ് കെയറിങ് അങ്ങനെ ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി ഇപ്പോഴും ഈ കാര്യങ്ങൾ വയ്യെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാറ് പിടിച്ചാണെങ്കിൽ വരുമായിരുന്നു അന്വേഷിച്ച്. ചാച്ചനുള്ളപ്പോഴാണെങ്കിൽ ടാക്സിയൊക്കെ വിളിച്ച് വീട്ടിലൊക്കെ വളരെ ഈ ബന്ധുവീട്ടിലൊക്കെ പോകാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നൊരു അമ്മച്ചിയാണ്. അങ്ങനെ അതൊക്കെയാണ് ഓർമ്മകൾ. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് എൻ്റെ ഒരു പ്രിൻസ്. എൻ്റെ ഭാര്യ സോഫി. ഞങ്ങൾക്ക് 6 മക്കളാണ്: ജോയൽ, ജോഷുവ, ജസു, ജെറമിയ, ജോന, ജൂഡിത്ത്. ഞാൻ 1998 എൻ്റെ പഠനങ്ങൾക്കൊക്കെ ശേഷം നാട്ടിൽ വന്നു. തൊടുപുഴയിൽ പയ്യെ സെറ്റിലായി. ഈ സമയത്ത് തന്നെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ശരിക്കും അമ്മച്ചിയാണ്. ഞാൻ ദിവ്യരക്ഷാലയത്തിൽ, തൊടുപുഴയിലുള്ള മൈലക്കൊമ്പിലുള്ള ദിവ്യരക്ഷാലയത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ അമ്മച്ചി എന്നോട് പറയും, നീ ചുമ്മാ അവിടെ പോയിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല, നീ അവിടെ പോയി എന്തെങ്കിലും ചെയ്യ്. അങ്ങനെ ഞാൻ അവിടുത്തെ മാനസിക രോഗികളായ മക്കളെ കുളിപ്പിക്കാനും അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തന്നത് അമ്മച്ചിയാണ്. പിന്നീട് വലിയ താമസമില്ലാതെ ഞങ്ങളുടെ തന്നെ എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ മദ്യാസക്തരായ ആളുകളെ, അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെയൊക്കെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായിട്ടുള്ളൊരു ശുശ്രൂഷ ആരംഭിച്ചു. അതിൻ്റെ എല്ലാം പിറകിൽ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നത്, പ്രാർത്ഥനയായിട്ട് നിന്നത് അമ്മച്ചിയാണ്.
ഇപ്പോൾ കഴിഞ്ഞ ഏറെക്കുറെ 25 വർഷമായിട്ട് ഞാൻ മദ്യാസക്തരായ ആളുകളുടെ പുനരധിവാസവും അവരുടെ ചികിത്സയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യാശ ഭവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആദ്യകാലത്ത് അമ്മച്ചി വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ അമ്മച്ചിക്ക് കിടപ്പാണ്, 3 വർഷമായിട്ട് അമ്മച്ചി കിടപ്പാണ്. എങ്കിലും അമ്മച്ചി പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മച്ചി തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിലൊക്കെ അമ്മച്ചിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കുഞ്ഞുനാളിലൊക്കെ എന്നെയൊക്കെ പള്ളി കൊണ്ടുപോകാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തിയത്. എൻ്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ചാച്ചൻ പലപ്പോഴും ഇവിടെ വീട്ടിൽ കാണത്തില്ല, പല ആവശ്യങ്ങളുമായിട്ട് യാത്രയിലായിരിക്കും. അപ്പോൾ അമ്മച്ചിയാണ് എന്നെ, കാരണം ഞാനും എൻ്റെ നേരെ മൂത്ത സഹോദരനും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളാരും എൻ്റെ കൂടെ ഇല്ല, അവരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പം ഞാനായിരുന്നു ഇവിടെ അമ്മച്ചിയുടെ ചാച്ചൻ്റെയും കൂടെ ഉണ്ടായിരുന്നത്. അമ്മച്ചി ഞങ്ങളോടൊപ്പമാണ്. 2000-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഞാൻ വന്ന കാലം മുതൽ അമ്മച്ചിക്ക് എന്നോട് നല്ല ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മക്കൾ 6 പേരാണ്. മക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴൊക്കെ അമ്മച്ചി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ അമ്മച്ചിയെക്കുറിച്ച് ഓർക്കാനും പറയാനുമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം അമ്മച്ചി കിടപ്പാണ്, 3 വർഷമായിട്ട് കിടപ്പാണ്. അപ്പം അമ്മച്ചിയെ കാണാനും ഒത്തിരി ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോഴും അയ്യോ അമ്മച്ചി ഞങ്ങൾക്ക് എന്തോരം ആഹാരം തന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വരുന്നവരും ഒക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എപ്പോഴും അമ്മച്ചി ഒരു നല്ലൊരു ഗുണങ്ങളുടെ ഒരു ഉടമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൊച്ചുമക്കൾക്കും ഏറെ പ്രിയങ്കരിയാണ് ഈ അമ്മ. എൻ്റെ പേര് ഡയന ആണ്. ഐ ആം വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഓഫ് 16 ഗ്രാൻഡ് കിഡ്സ് അമ്മച്ചിയുടെ. അമ്മച്ചിയുടെ എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. അതിൽ ടൈം ലിമിറ്റ് ഉള്ള കാരണം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് എനിക്ക് ഓർമ്മ ഉള്ളത്, ഞങ്ങൾ ദുബായിൽ നിന്ന് വിസിറ്റിന് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് അറിയാം എല്ലാം ഗ്രാൻഡ് ചിൽഡ്രനിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഐറ്റം എന്നാ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഭയങ്കര മദർലി ആണ്. കാരണം എനിക്ക് ബീഫ് ഫ്രൈ ഒത്തിരി ഇഷ്ടം അമ്മച്ചിയുടെ, ആൻഡ് മാങ്ങാക്കറി. സോ അമ്മച്ചി ഞാൻ വരുമ്പോൾ അമ്മച്ചി എനിക്ക് അത് തന്നെ ഉണ്ടാക്കി തരും. എന്നിട്ട് ചോറ് ഈ ബീഫ് ഫ്രൈയുടെ ചട്ടിയിൽ ഇങ്ങനെ ഉരുട്ടി തരുമായിരുന്നു. ബിക്കോസ് ഷീ നോസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ദീസ് ആർ ദ മെമ്മറീസ് ഓഫ് ദ ഫുഡ് പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഐ ആം വെരി ഹാപ്പി നമ്മൾ ഇത്രയും ലവിങ് ഫാമിലിയിൽ ആണ്. അമ്മച്ചി ആണെങ്കിൽ പ്രയർ വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അമ്മച്ചി. അപ്പോൾ എപ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന 7 മണിക്ക് ഉണ്ടായിരുന്നു. സോ ദീസ് ആർ ദ ഫ്യൂ മെമ്മറീസ് ദാറ്റ് ഐ ഹാവ് ഓഫ് അമ്മച്ചി, ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ആം വൺ ഓഫ് ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ. എൻ്റെ പേര് സോൻസി. ഞാൻ അമ്മച്ചിയുടെ 16 കൊച്ചുമക്കളിൽ 4ാമത്തെ ആളാണ്. എനിക്ക് അമ്മച്ചിയെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു ഓർമ്മകളിൽ, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ സമ്മറിലും ഇങ്ങോട്ട് വെക്കേഷന് വരുമായിരുന്നു. അപ്പം അമ്മച്ചി ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് രാവിലെ ഒരുങ്ങി പള്ളിയിൽ പോവുക. പിന്നെ 4 മണിയാകുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കൊന്ത ചൊല്ലും. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ കൊന്തയുടെയൊക്കെ ഒരു ഞങ്ങളൊക്കെ ഇത്രയും നല്ലോണം ഞങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ പോകുന്നത് അമ്മച്ചിയുടെ ഒരൊറ്റ പ്രാർത്ഥനയുടെ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത്രയേ ഉള്ളൂ. എൻ്റെ ഓർമ്മകളിൽ അതാണ് ഏറ്റവും മെയിൻ. അമ്മച്ചി ഒരു പ്രാർത്ഥനയില്ലാതെ ഒരു ദിവസം പോലും അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. എൻ്റെ പേര് ജോയൽ. ഞാൻ അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകൻ്റെ മൂത്ത മകനാണ്. അപ്പോൾ എനിക്ക് അമ്മച്ചിനെ കുറിച്ചുള്ള ഓർമ്മ, അമ്മച്ചി ഞങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അമ്മച്ചീനെ കാണുന്നതാണ്. അപ്പോൾ അമ്മച്ചിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചി എങ്ങനെയാണ് ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. കാണുന്നവരുമായിട്ടെല്ലാം എങ്ങനെ പോയി സംസാരിക്കണം, അവരെങ്ങനെ നമ്മുടെ കൂടെ നിർത്തണം. അത് അമ്മച്ചിക്ക് ഭയങ്കര ഒരു കഴിവുണ്ട് അതിൽ, ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യാനും. അപ്പോൾ ആ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഫണ്ടർ അമ്മച്ചിയാണ്. കാരണം അമ്മച്ചിക്ക് പെൻഷനുണ്ട്. അങ്ങനെ കുറേ നല്ല ഓർമ്മകളാണ് അമ്മച്ചിനെ കുറിച്ച് എനിക്കുള്ളത്. എൻ്റെ പേര് അലീന ആണ്. ഞാൻ 8th ഗ്രാൻഡ് ചൈൽഡ് ഔട്ട് ഓഫ് 16. എൻ്റെ മെമ്മറി, അമ്മച്ചിയുടെ നല്ല മെമ്മറി, ഞങ്ങൾ വെക്കേഷൻ ദുബായിൽ വരുമ്പോൾ ഒത്തിരി നല്ല ഫുഡ് ഉണ്ടാക്കി തരും. ആൻഡ് പ്രേയേഴ്സ് ഓൾസോ ഒത്തിരി എല്ലാ ദിവസം ഫിക്സ്ഡ് പ്രെയർ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല മെമ്മറീസ്. എൻ്റെ പേര് അലക്സ് ആണ്. 7ാമത്തെ ഗ്രാൻഡ് ചൈൽഡ് അമ്മച്ചിയുടെ. എൻ്റെ ഒരു ഹാപ്പി മെമ്മറി
അമ്മച്ചി വളരെ സ്നേഹമായ പേഴ്സണാണ്. വെക്കേഷൻ വരുമ്പോൾ ഒത്തിരി മധുര പലഹാരം ഉണ്ടാക്കാൻ she would make it for us and yeah, that's about it. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അമ്മച്ചി പണ്ട് എപ്പോഴും 6 മണിക്ക് എണീക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീക്കാറുണ്ട്. അപ്പോൾ ഞാനായിരുന്നു അമ്മച്ചിയുടെ കൂടെ എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അമ്മച്ചി എന്നെയും വിളിച്ചെണിപ്പിക്കുക 6 മണിക്ക്. രാവിലെ ഓരോ മുട്ട കാട്ടി തന്നും പിന്നെ ചായ ഉണ്ടാക്കിയതും റസ്ക് തന്നും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അമ്മച്ചിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ പേര് ജസു ഫ്രണ്ട്സ്. എനിക്ക് അമ്മച്ചിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്കൊക്കെ പണ്ട് എപ്പോഴും ഡ്രസ്സ് മേടിച്ചു തന്ന അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന പെൻഷൻ്റെ പൈസ വെച്ചിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മേടിച്ചത്. അങ്ങനെ അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫണ്ടർ. പിന്നെ അമ്മച്ചി എപ്പോഴും ഞങ്ങളെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മച്ചിയുടെ അടിച്ച് ചെന്നാൽ മതിയായിരുന്നു, അമ്മച്ചി അത് ചെയ്തു തരുമായിരുന്നു. പിന്നെ അമ്മയില്ലാത്തപ്പോഴൊക്കെ അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് ഫുഡും എല്ലാം തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്മച്ചിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ അതൊക്കെയാണ്. ഹായ്, എൻ്റെ പേര് ജൂഡിത്ത്. ഞാനാണ് ഏറ്റവും ചെറുത്. ഞാനാണെങ്കിൽ അമ്മച്ചിയുടെ കൂടെ കയറിയപ്പോൾ കിടക്കുമായിരുന്നു. എനിക്ക് അമ്മച്ചിക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുറപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും അടുത്ത ഇടയൻ, മക്കളുടെ മനസ്സറിയുന്ന വികാരിച്ചനാണ്. ഈ അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ച് ഒത്തിരിയേറെ അനുഗ്രഹമുള്ള ഒരു കുടുംബമാണ് കളപ്പുരയിൽ കുരീനാൽ കുടുംബം. ഈ കുടുംബത്തിലെ മുത്തശ്ശിയായിട്ട് ഞങ്ങളോടൊപ്പമുള്ളത് ആലമ്മ ചേച്ചിയാണ്. ആലമ്മ ചേച്ചി ഈ ഇടവകയെ സംബന്ധിച്ച് ഇടവകയുടെ തന്നെ മുത്തശ്ശിയായി, അമ്മയായി കരുതുന്ന ഒരു വ്യക്തിത്വമാണ്. ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും ആലമ്മ ചേച്ചിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇടവക ദൈവാലയ നിർമ്മാണ കാലം തുടങ്ങി കായികമായും അതുപോലെ തന്നെ പ്രാർത്ഥനാപരമായിട്ടും ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച ഒരു അമ്മയായിരുന്നു. ആലമ്മ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലുള്ളവർക്ക് പറയുവാനുള്ളത്, ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അറിയുന്ന ഒരമ്മച്ചിയാണ്. ഏതെങ്കിലും കുടുംബത്തിൽ പുതുതായൊരു മകൾ വിവാഹം കഴിച്ച് കടന്നു വരുമ്പോൾ ആ മകളെ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നത് ആലമ്മ ചേച്ചിയാണ്. വെറുതെ പരിചയപ്പെടുക മാത്രമല്ല, പിന്നീട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അമ്മയുടെ കുടുംബജീവിതത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഏവർക്കും മാതൃകാപരമായ ഒരു കുടുംബജീവിതമായിരുന്നു. തൻ്റെ ജീവിത പങ്കാളിയോടൊത്ത് ദൈവം നൽകിയ 6 മക്കളെയും വളർത്തി വലുതാക്കി ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ കഴിവുകളും അമ്മ വ്യയം ചെയ്തു. തൊടുപുഴ ഇടവകയിൽ നെല്ലംകുഴി കുടുംബത്തിൽ നിന്നാണ് അമ്മച്ചി ഇങ്ങോട്ട് വന്നത്. തൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ മക്കളെ വളർത്തിയപ്പോൾ അതിൽ ഒരു പ്രിയ മകനെ ദൈവസന്നിധിയിലേക്ക് മടക്കി വിളിച്ചു. ആ മകൻ്റെ വേർപാടും ജീവിത പങ്കാളിയുടെ മരണവും ഒന്നും അമ്മയുടെ ദൈവസ്നേഹത്തെ ഒരിക്കലും കെടുത്തിയിട്ടില്ല. ഉത്തമമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നല്ലൊരു മാതൃകയായിരുന്നു അമ്മ. തീർച്ചയായിട്ടും അമ്മയുടെ ധന്യമായ ജീവിതം ഞങ്ങളുടെ ഈ ഇടവകയ്ക്കും ഞങ്ങളുടെ ഈ ദേശത്തിനും അതെല്ലാം ഉപരി സഭയ്ക്ക് തന്നെയും ഏറെ അനുഗ്രഹദായകമാണ്. അതുകൊണ്ട് തന്നെയും ഈ അമ്മയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുവാനും ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇനിയും അമ്മയ്ക്ക് ഏറെ ദീർഘായുസ് നൽകി ആത്മീയമായി അനുഗ്രഹമായി ഈ കുടുംബത്തിലും ഞങ്ങളോടൊപ്പം വസിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ കുടുംബം. 6 മക്കളെയും പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർത്തിയ ഇവരുടെ മാതാപിതാക്കൾ ചില നല്ല പാഠങ്ങൾ സമൂഹത്തിന് നൽകുകയാണ്. കുടുംബം ഒരു മനോഹര ഗാനം, ഹൃദയ ഐക്യത്തിലുള്ള ഇവരുടെ പ്രാർത്ഥനയും ഒത്തുചേരലും കാണുമ്പോൾ നമ്മുടെ ഹൃദയവും
ആനന്ദത്താൽ നിറയുന്നു. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ മക്കൾ തള്ളിക്കളയുന്ന അനുഭവം ഇന്ന് നടക്കുന്ന കുടുംബങ്ങളിൽ. നേരെ മറിച്ച് നമ്മൾ എങ്ങനെ മാതാപിതാക്കളെ കരുതണം എന്ന ഒരു നല്ല സന്ദേശം അഭിമന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ ഏറ്റവും ദൈവം നൽകിയ അനർഘമായ നിധിയായി നമുക്ക് കണക്കാക്കാം. പോൾ ആറാമൻ പാപ്പയാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾഡർ ദ ഫിഡ്ലർ ബെറ്റർ ദ മെലഡി എന്ന്. ഇങ്ങനെ പ്രായമായ ഒരു വയലിൻ വായനക്കാരൻ്റെ ആ കഴിവിൽ നിന്നാണ് കൂടുതൽ മനോഹരങ്ങളായ ഗാനങ്ങൾ, സംഗീതം ഉതിർക്കുക. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. അങ്ങനെ കുടുംബത്തിൻ്റെ അനർഘനിധിയായി, ഏറ്റവും വിലപ്പെട്ട നിധിശേഖരമായി അവരുടെ ജീവിതത്തെ പരിഗണിക്കാം. അവരിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരത്തിന് സമൃദ്ധി കുളിർമഴ പോലെ പെയ്തിറങ്ങട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ കുര്യനാൽ കളപ്പുരയിലെ ഈ കുടുംബത്തിൻ്റെ വലിയൊരു വിളക്കാണ് ഈ അമ്മ. സ്വന്തം ജീവിതം 6 മക്കൾക്ക് വേണ്ടി ത്യജിച്ച് സ്വയം മറന്ന് സ്നേഹമെന്താണെന്ന് മക്കളെ പഠിപ്പിച്ച അമ്മ. പണത്തേക്കാൾ, സമ്പത്തിനേക്കാൾ മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യവും മൂല്യവും കൽപ്പിക്കുകയും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങളെ അതനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്ത അമ്മ. അച്ചടക്കമുള്ള ജീവിതം. 6 മക്കളും, അതിലൊരു മകൻ മരിച്ചുപോയെങ്കിലും ബാക്കി മക്കളൊക്കെ അവരുടെ എല്ലാം പ്രതിനിധിയായി പ്രിൻസും സോഫിയും ഈ അമ്മയെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ആ കുടുംബം. ഈ കുടുംബം മറ്റുള്ളവർക്കെല്ലാം വലിയൊരു മാതൃകയാണ്. പ്രിയമുള്ളവരെ, മരണശേഷം സെന്റ് പൂശിയിട്ട് യാതൊരു കാര്യവുമില്ല. മരണശേഷം റീത്ത് വെച്ചിട്ടും കാര്യമില്ല. മരണശേഷം ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഭിത്തിയേൽ തൂക്കിയിട്ട് പൂവിട്ടിട്ടും കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ ഒക്കെ സുഗന്ധം കൊടുക്കാൻ പറ്റുന്ന കുടുംബമാണ് നിലനിൽക്കുന്ന കുടുംബം. അത്തരമൊരു കുടുംബമാണ് ഈ കുടുംബം. പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല അമ്മയ്ക്കും അമ്മ വളർത്തിയ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം തൊട്ടനുഗ്രഹിച്ച ഒരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ
8111848719.